ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ വാഹനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1967 മോഡൽ ജീപ്പാണ്. ഒറിജിനൽ ജീപ്പ് നിങ്ങൾക്കൂടെ കാണാം, കണ്ടോ, വിത്ത് ബ്രാൻഡിങ് നിങ്ങൾക്കൂടെ കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രിൽസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒറിജിനൽ ജീപ്പിൻ്റെ ഗ്രില്ലും, അതുകൂടാതെ തന്നെ ബമ്പേഴ്സ് ശ്രദ്ധിക്കാം. കൂടാതെ ആ ഫ്രണ്ടിൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതുകൂടാതെ സൈഡിൽ എക്സ്ട്രാ വന്നേക്കണ ഹുക്ക്, ഇതെല്ലാം ഈ സൈഡ് മിറേഴ്സ്, ഇതെല്ലാം ആ ഒരു പഴമ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലനിർത്തിയേക്കുന്നത്. ശരിയാണ്, ഇതിന് കുറച്ച് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പറഞ്ഞിട്ട് കാര്യമില്ല, 1967. പക്ഷേ ബോഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സ്ട്രോങ് ബോഡി തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ 1-2 പിക്സും കാര്യങ്ങളൊക്കെ എടുത്താണ്, നിങ്ങൾ തംബ്നെയിൽസ് കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ ബാക്ക് ഡോർ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെയും നമുക്ക് ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴമ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ജീപ്പിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു റൂഫാണ് ഈ ഒരു വാഹനത്തിലുള്ളത്, നിങ്ങൾക്ക് കാണാനുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത് 4x4 ആണ്. 4x4 നല്ല പവർഫുൾ. ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ഒരു കാഴ്ചയാണിത്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഉഴുതു മറിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു രീതിയിൽ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിൻ്റെ തനതായ രീതി ഒന്ന് എത്തിക്കാം എന്നോർത്ത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിലവിൽ ചെയ്യണത്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇത് സെയിലോ കാര്യങ്ങളോ ഒന്നും അല്ല, ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ 1967 മോഡൽ ജീപ്പ്. അപ്പോൾ ഈ ഒരു വാഹനം, ഇതിൻ്റെ മോഡൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് CJ5 എന്നാണ്. CJ5ഓ CJ6ഓ അത് ഓണറിനും കറക്റ്റ് ഐഡിയ ഇല്ല, കാര്യം ഇത്തരം പഴയതായിരുന്നു. ആൾ 3rd ഓണറാണ്. ഇത്രയും നാളായിട്ട് 3rd ഓണർഷിപ്പിൽ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മോഡൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം. എനിക്ക് അതിന് ക്ലിയർ ഐഡിയ ഇല്ല, അതിൻ്റെ പേരിലാണ് പറയാത്തത്. ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ഡീറ്റെയിൽ പോകുമ്പോൾ ഇതിൻ്റെ പഴമ എന്ന് പറയുമ്പോൾ ഈ സൈഡ് മിറേഴ്സൊക്കെ ഉണ്ടോ, നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നിരുന്ന ആ ഒരു ജീപ്പ് അല്ലെങ്കിൽ വില്ലീസിലൊക്കെ നമ്മൾ ഏകദേശം കണ്ടിരുന്ന ആ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മീറ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക, സീറ്റ്സൊക്കെ ഞാൻ അത് പഴയതാണെന്ന് പറയില്ല, അത് ഓൾട്ടേഡാണ്. ഗിയർ നോബ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ആ 4x4 ആ ഗിയേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ കണ്ടോ. ആ ഒരു നല്ല, ഇപ്പോൾ നമ്മളിപ്പോഴും ജീപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തനതായ രീതിയിലുള്ള ആ ഒരു സെറ്റിംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രണ്ട് വിൻഷീൽഡ് വരെ നമുക്ക് ഇവിടെ അഴിച്ചു മാറ്റാൻ പറ്റാവുന്ന രീതിയിലാണ്. നമുക്ക് ഡൗൺ ചെയ്യിടാം. കൂടാതെ നമുക്ക് മോട്ടോർ വൈപ്പേഴ്സ് കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലിവർ റിലീസ് ചെയ്തിട്ട് നമുക്ക് അഴിച്ചിട്ടിട്ട് ഫ്രണ്ട് ഓപ്പണായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ജീപ്പിനകത്തുണ്ട്. ജീപ്പിൻ്റെ ആ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽസ് തന്നെയാണ്. ഗ്രിൽസ് നിങ്ങൾക്ക് കാണാം, നമ്മൾ പണ്ട് തൊടിയും കണ്ടുവന്നിരിക്കുന്ന ആ ജീപ്പിൻ്റെ ഗ്രിൽസാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അഴകും അതൊക്കെ തന്നെയാണ്. സൈഡിൽ നിങ്ങൾക്ക് ആ ലൈറ്റ്സും അതേപോലെ ഹോൺ കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ടൂൾ ബോക്സ്, ഇതൊക്കെ നമുക്ക് എടുത്ത് കാണിക്കേണ്ടതാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ടയർ നമുക്ക് നോക്കിയേക്കാം. ഈ ടയറിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ടയേഴ്സാണ്. 16 ഇഞ്ചിൻ്റെ ടയറാണ്. 16 ഇഞ്ചിൻ്റെ ടയറിന് മാത്രമല്ല, ഈ സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 8 പ്ലൈ റേറ്റിംഗ് വന്നേക്കണ ടയേഴ്സാണ്. ഇത് MRFിൻ്റെ ടയറാണ് ഇപ്പോൾ നിലവിൽ കിടക്കണം. അതെ, MRF ടയേഴ്സാണ് കിടക്കണം. പക്ഷേ ഹെവി ഡ്യൂട്ടി ഓഫ് റോഡിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ടയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇട്ടേക്കണം. ഈ 4 ടയേഴ്സും ഈ ഒരു ക്വാളിറ്റി തന്നെ കിടക്കണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ജീപ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വില്ലീസിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വില്ലീസിൻ്റെ ആ ഒരു ആർമി എഡീഷനകത്ത് വന്നിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. റൈറ്റിൽ നമുക്ക് ആ ഹോണും അതേപോലെ ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതേപോലെ നമ്മൾ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കാണാം. അതേപോലെ ഹോൺ ശ്രദ്ധിക്കാം. ഇതൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ പ്രസ് ഹോൺസ് അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലച്ച്, ബ്രേക്ക്, ലിവർ എല്ലാം നോക്കാം. അത് പഴയ ആ തനിമ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇവിടെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇവിടെ ട്രേ ഉണ്ട്. ഈ ട്രേ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കാം. അതെനിക്ക് എക്സ്ട്രാ ആ ഒരു ഫ്യൂവൽ ക്യാരിയിങ് ക്യാനിന് വേണ്ടി വെച്ചേക്കണ ഒരു ട്രേ ആണത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ അല്ല, റൈറ്റ് സൈഡിൽ നമുക്ക് ആ ലിവർ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടോ
നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഡോറ് നമുക്ക് ഫ്ലോർ ഓപ്പൺ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് പഴയ മോഡലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ റൂഫ് വേണമെങ്കിൽ നമുക്ക് അഴിച്ചു മാറ്റാം. റൂഫ് ഓപ്പൺ റൂഫായിട്ട് നമുക്ക് ഓടിക്കാവുന്നതാണ്. ഫ്രണ്ട് ബോണറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ഫോൾഡബിൾ ഓപ്പൺ ടൈപ്പുള്ള ബോണറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു വുഡൻ പീസാണ്. നിങ്ങൾക്ക് കൂടെ കാണാം, വുഡൻ പീസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു പഴമ നമുക്ക് ഫീൽ നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആ ഒരു കളറും ഒരു മിലിറ്ററി കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോയിഷ് കളറിലാണ് ഇതിന് വന്നേക്കണത്. അതുകൂടാതെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു നോബ് കാണാൻ പറ്റും ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാനായിട്ട് ഇവിടെ നിന്നാണ് സീറ്റ് ഉണ്ടാവും. ഇവിടെ നിന്ന് തുറന്നിട്ട് ഞാൻ പയ്യെ കയറുകയാണ്. എനിക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം എൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഒരു 6 feet ഹൈറ്റ് ഉണ്ട്. പക്ഷേ കയറുമ്പോൾ കണ്ടോ കാലിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആവുകയാണ്. നമുക്ക് അതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും ഇരുന്ന് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ നിലവിൽ ഞാൻ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാലൊക്കെ എടുത്ത് വെച്ച് പയ്യെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ അതിൻ്റെ രീതിയിലൊന്ന് സെറ്റാക്കണം. കാണാം കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് നോക്കണമെങ്കിൽ വളരെ തിന്നായിട്ടൊന്ന് ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് റീപ്ലേസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. കാരണം എൻ്റെ സീറ്റൊക്കെ കണ്ടിട്ട് ഏകദേശം റീപ്ലേസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാക്കി എൻ്റെ ബോഡി ആയാലും ചേസ് ആയാലൊക്കെ ആ പണ്ടത്തെ ഒറിജിനാലിറ്റി തന്നെ ഇപ്പോഴും ഉണ്ട്. അതെടുത്ത് പറയേണ്ടതാണ്. പിന്നെ അതിൻ്റെ മീറ്റേഴ്സൊക്കെ നോക്കിക്കണമെങ്കിൽ കാണാം കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ ഒരു 5 നമ്മളൊരു ഹെക്സഗൺ വരച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കാണാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ ഇപ്പോഴും ആ ഒരു പഴമ ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എഞ്ചിൻ സൗണ്ടൊക്കെ ശരിക്കും കേൾക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഗിയറിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാൻ പറ്റും. ഇത് ഫസ്റ്റ് ടേണാണ് ഇതിൻ്റെ റിവേഴ്സ്. അതുപോലെ സെക്കൻഡ് ഇപ്പോൾ നമ്മൾ സാധാരണ കാറിലിടുന്ന പോലെ സെക്കൻഡ് ടേൺ അത് ഫസ്റ്റ് ആയിട്ടാണ്. ഇനി അത് ഡയറക്റ്റ് സെക്കൻഡിലേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും റിവേഴ്സ് ഫ്രണ്ടിലേക്ക് തന്നെയാണ്. പിന്നെ ഫസ്റ്റാണ് ബാക്കിലേക്കാണ്. ഇത്രയാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ റിയർ സീറ്റ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ബെഞ്ച് സീറ്റ്സ് തന്നെയാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു 2 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. കഷ്ടപ്പാടാണ്.